ഇന്ന് നമുക്ക് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരു കഥ കേൾക്കാം. ജനാർദ്ദന സ്വാമിയുടെ കയ്യിലുണ്ടല്ലോ എപ്പോഴും നനവുണ്ടെന്നാണ് പറയുന്നത് ഒരു കൈ. കാരണം പണ്ട് നമ്മുടെ ബ്രഹ്മാവ് ഒരു വലിയ യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലം നോക്കി പോകാനായിട്ട് പറ്റുന്നയാളാരാ? നാരദനല്ലേ. കാരണം അദ്ദേഹത്തിന് എവിടെ ഓടിച്ചാടി പോകാമല്ലോ, നമ്മളെപ്പോലെ ആകാശമാർഗം പോകുന്നയാളല്ലേ. അങ്ങനെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് പോയി. അപ്പം ഒരേ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം മുണ്ട് അഥവാ വൽക്കലം താഴേക്ക് വീണു എന്നാണ് പറയണത്. അപ്പോൾ ആ സ്ഥാനം നോക്കിയപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനം തന്നെയാണ്. അങ്ങനെ ആ സ്ഥാനത്ത് യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു. വലിയ ഗംഭീരമായിട്ടുള്ള യാഗമായിരുന്നു. അപ്പോൾ നിറയെ അത് മഹർഷിമാരും എല്ലാവരും വന്ന് വലിയ ഗംഭീരമായിട്ട് അതൊക്കെ നടത്തി. അപ്പം ഇത് കഴിഞ്ഞപ്പോഴല്ലോ നമ്മുടെ ബ്രഹ്മാവിനൊരു ചെറിയ അഹങ്കാരം മനസ്സിൽ തോന്നി. എന്താണെന്നറിയുമോ? ഞാൻ ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണമല്ല, വളരെ വിശിഷ്ടമായിട്ടുള്ള ഭോജനമൊക്കെ ആയിരുന്നു. ഇഷ്ടം പോലെ ഇന്നത്തെ വൈഷ്ണവ പ്രസാദം തൊട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് മഹർഷിമാരുണ്ട്, എല്ലാവരും തൃപ്തിയായി. ഇതൊക്കെ ഓർത്തപ്പോഴത്തേക്ക് അദ്ദേഹം വിചാരിച്ചു, എനിക്കിതൊക്കെ കഴിയുമല്ലോ, എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതൊക്കെ കഴിയുമോ? ഇത് ബ്രഹ്മാവ് വിചാരിച്ചപ്പം, പക്ഷേ ഭഗവാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് എന്തെന്നാ ഈ അഹങ്കാരം. ബ്രഹ്മാവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് സന്തുഷ്ടനായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയം ഒരു കൊച്ചുകുട്ടി വന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? എന്തേ നീ എവിടെയായിരുന്നു ഇതുവരെ വരാത്ത? അല്ല, ഇപ്പോഴാണ് എനിക്ക് വരാനൊത്തത്, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ചോറ് തരണം എന്ന് പറഞ്ഞു. എന്നാ ഇരിക്കൂ എന്നും പറഞ്ഞ് ബ്രഹ്മാവ് തന്നെ വിളമ്പിക്കൊടുത്തു. കാരണം എല്ലാവരും വിളമ്പലൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ്. വേഗം ഉടനെ തന്നെ ഇവന് വിളമ്പിക്കൊടുത്തു. അപ്പോൾ ഒരു ബ്രാഹ്മണക്കുട്ടിയാണ്. ഈ ബ്രാഹ്മണർ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ, ഇലയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ കുറച്ച് വെള്ളം എടുക്കും, എന്നിട്ട് ഇങ്ങനെ ഇല്ലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതാക്കി മന്ത്രമൊക്കെ ചൊല്ലിയിട്ടേ അവർ കഴിക്കുകയുള്ളൂ. ഈ കുട്ടി അതുപോലെ തന്നെ കയ്യിൽ എടുത്തു ഇങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോൾ ഇലയിൽ വിളമ്പിയതൊന്നുമില്ല, അപ്രത്യക്ഷമായി ഇതെല്ലാം. അങ്ങനെ ഒരു പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം കഴിഞ്ഞു, 3 പ്രാവശ്യം കഴിഞ്ഞു, 4 പ്രാവശ്യം കഴിഞ്ഞു, 5 പ്രാവശ്യം കഴിഞ്ഞു. ഇദ്ദേഹത്തിന് ബ്രഹ്മാവിന് മനസ്സിലായി ഈ കുട്ടി നിസ്സാരക്കാരനല്ല എന്ന്. ഉടനെ എന്നെ ചോദിച്ചു, ആട്ടെ അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ജനാർദ്ദനനാണെന്ന് പറഞ്ഞു. അദ്ദേഹം വേഗം ക്ഷമ പറഞ്ഞു, ഞാൻ ഇത്രയൊന്നും ഓർത്തില്ല, അങ്ങക്കാതെ എൻ്റെ മനസ്സിലൊരു അഹങ്കാരം വന്നു പോയതാണ്, അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്നേരം വെള്ളം ഒഴിച്ചല്ലോ കയ്യിൽ പല പ്രാവശ്യവും, ആ ഒരു ഇതാണെന്നാണ് പറയുന്നത് കയ്യിൽ നനവ് വന്നത്.